കുമ്പളങ്ങയുണ്ടോ? ദാ ഇതുപോലെ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കൂ. കഴിച്ചു തുടങ്ങിയാൽ നിർത്തൂല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെമൺ ആൻഡ് ചില്ലി. ഇന്നത്തെ റെസിപ്പി കാശി ഹൽവ. ഹൽവയാണല്ലോ, ഇതിൽ മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ ഒന്നും തന്നെ ചേർക്കില്ല. മറ്റ് ഹൽവ പോലെയല്ല, വായിലിട്ട് കഴിക്കുമ്പോൾ ഒരു കിരിരാന്നൊരു ടെക്സ്ചർ ഉണ്ട് ഇതിന്. നല്ല ടേസ്റ്റിയാണ്. ഇതിനെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു വലിയ കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പുറമേയുള്ള പൊടിയൊക്കെ ഒന്ന് കഴുകി നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം കുരുവും കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുരുവുള്ള വേറൊരു പാത്രം എടുക്കുക. ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്, വലിയ കണ്ണിയുള്ള ഗ്രേറ്ററാണ്. ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കുമ്പളങ്ങയല്ലേ, എങ്ങനെ കട്ട് ചെയ്താലും ഒരു ശകലം ഒരു വളവുണ്ടാവുമേ. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വെള്ള ഭാഗം കിട്ടില്ല. കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തപ്പോഴത്തേന് ആ സൈഡിലത്തെ 2 പച്ച ഭാഗം തെളിഞ്ഞിട്ടുണ്ട്. ഇത് 2 സൈഡും കുറച്ചങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിക്കളയുക. എന്നിട്ട് വീണ്ടും അതേ പീസ് ഒന്നുകൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് വെള്ള ഭാഗം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ദാ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒന്നുകിൽ ഇത് തുണിയിൽ ഇട്ട് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അരിപ്പയിൽ ഇട്ടിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്തെടുക്കണേ. നന്നായിട്ട് പ്രസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. പിഴിഞ്ഞെടുത്ത ഈ ജ്യൂസിനകത്തുനിന്ന് കുറച്ച് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് കറികളിൽ ഉപയോഗിക്കാം. പിന്നെ കുമ്പളങ്ങ ജ്യൂസൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്ന ആ രീതിയിൽ അത് ഉപയോഗിക്കാം. കുമ്പളങ്ങ പിഴിഞ്ഞ് വരുമ്പോൾ കുറച്ചേ ഉള്ളൂ. ഞാൻ ഏകദേശം 1 കപ്പോളം കാശി ഹൽവ ഉണ്ടാക്കുന്ന അളവിലാണ് കാണിക്കുന്നത്, കുറച്ച് അളവിൽ. ഈ പിഴിഞ്ഞ ജ്യൂസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചുവട് കട്ടിയുള്ളൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ ഹൽവയ്ക്ക് നല്ല നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറഞ്ഞ അളവിൽ നെയ്യ് ഒഴിക്കുന്നുള്ളേ. കുറച്ച് കാഷ്യൂനട്ട് ചേർത്തിട്ട് സാധാരണ പായസത്തിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ നെയ്യിൽ തന്നെ കുമ്പളങ്ങ ചേർക്കുക. ഇനി ഈ നെയ്യിൽ കുമ്പളങ്ങ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ ഒരു അളവിന് ഒരു 2 മിനിറ്റ് നേരത്തോളം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതുപോലെ നെയ്യിൽ വഴറ്റിയെടുത്തും വഴറ്റിയെടുക്കാതെയും ചെയ്തെടുക്കാം. പക്ഷേ വഴറ്റിയെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട്. വേകാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ ജ്യൂസില്ലേ, അത് ഒരു 1/4 കപ്പോളം ഒഴിക്കുക. ഇനി കുമ്പളങ്ങ ഒന്ന് വെന്ത് വരണം. മൂടിയൊന്നും വെക്കേണ്ട. ഇതിൻ്റെ വെള്ളം വറ്റുകയും ചെയ്യണം. ആ സമയത്തിനുള്ളിൽ നല്ലവണ്ണം ഇത് വെന്തും വരണം. ഏകദേശം 2-3 മിനിറ്റ് അടുക്കാറാകുമ്പോഴത്തേന് ശാലം കുമ്പളങ്ങ എടുത്ത് നല്ലവണ്ണം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വെന്തു എന്നർത്ഥം. ഇതാ ഇവിടെ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് 250 ml 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ കപ്പിൻ്റെ ഒരു 1/4 കപ്പാണ് പിഴിഞ്ഞെടുത്ത കുമ്പളങ്ങയുടെ അളവ്. കുമ്പളങ്ങ വെന്തിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്, ലൂസായിട്ടുണ്ട് വീണ്ടും. ഇനി ഈ പഞ്ചസാരയെ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേകട്ടെ. മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. കുറച്ച് നേരം എന്ന് പറയുന്നത് ഈ പഞ്ചസാര കുറച്ചുകൂടി ഒന്ന് വറ്റും. ഞാൻ ഇതിനു മുമ്പ് കാശി ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ശർക്കര ചേർത്തുള്ളതാണ്. അപ്പം പഞ്ചസാര വേണ്ട, ശർക്കര ചേർത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ റെസിപ്പി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതാ കുറച്ചൊക്കെ പഞ്ചസാര വറ്റി വന്നിട്ടുണ്ട്. ഇതാ പഞ്ചസാര കുറച്ചൊന്ന് തിക്കായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യോട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഏലക്ക ചേർക്കുക. 2 ഏലക്ക ശകലം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താണ്. കൂടെ തന്നെ 2-3 നുള്ളി ഉപ്പൂടെ ചേർക്കുക.
ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തതും കൂടെ തന്നെ ചേർക്കുക. ഞാൻ കുങ്കുമപ്പൂ ശകലം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയൊരു മഞ്ഞ കളറാണ് വേണ്ടിയത്. ഫുഡ് കളർ വേണ്ടിയവർക്ക് ശകലം മഞ്ഞ കളർ ഫുഡ് കളർ ചേർക്കാം, ഇല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കുങ്കുമപ്പൂ ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവറോട് ഇതിൽ വരും, കളറും കൂടെ കിട്ടും. കുങ്കുമപ്പൂവോ ഫുഡ് കളറോ ഇല്ലാതെ ഇത് ചെയ്തെടുക്കാം. ബാക്കി സ്റ്റെപ്പെല്ലാം അതുപോലെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഹൽവയ്ക്കൊരു കളറ് കുറവായത് കാരണം കാണാനൊരു ഭംഗിക്കുറവുണ്ടാവും, അത്രയേ ഉള്ളൂ. കുങ്കുമപ്പൂ ചേർത്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പം തന്നെ ആ പഞ്ചസാരയെല്ലാം വറ്റിയിട്ട് നല്ലവണ്ണം സൈഡിലൊക്കെ നെയ്യൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്ന കണ്ടില്ലേ. അപ്പോൾ മാക്സിമം ഇന്നത്തെ വെള്ളമയം എല്ലാം വറ്റിയിട്ടുണ്ട്, പഞ്ചസാരയും പാകമായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ മടങ്ങി വീഴണം. ഈ ഒരു പരുവം വരെയാണ് ഇത് ഇളക്കിയെടുക്കേണ്ടത്. ഇതിങ്ങനെ പീസിനകത്തോ മോൾഡിനകത്തോ എടുത്ത് ഷേപ്പാക്കി എടുക്കുന്ന ഹൽവയല്ല, കോരി കോരി വിളമ്പുന്ന ഒരു ഹൽവയാണിത്. ഇങ്ങനെ ഒന്ന് കോരി എടുത്തു കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴണം, ഈ ഒരു പരുവം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടില്ലേ, അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിങ്ങനെ കഴിക്കുമ്പോഴേ വായിൽ ഇങ്ങനെ കിരികിരാന്നിരിക്കും, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് കഴിക്കുന്നവരൊക്കെ ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയാന്നുള്ള ഡൗട്ടിലേ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. എന്നാൽ പിന്നെ വേഗം തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.